നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രായേലിലേക്ക് തന്നെയാണ്. ഇസ്രായേലിനെ ഇപ്പോൾ കനത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ ഒരു ദിവസം തന്നെ നിരവധി മിസൈൽ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇസ്രായേലിലും അതുപോലെ തന്നെ അമേരിക്കയിലും സ്പെഷ്യലി ഇറാന് സമീപമുള്ള അമേരിക്കൻ ബേസുകളിലും എല്ലാം തന്നെ അതീവ ജാഗ്രതയിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാൻ പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധ പരീക്ഷണങ്ങളാണിത് എന്നാണ്. എന്നാൽ ഇറാന്റെ ഇത്തരം വിശദീകരണങ്ങളൊന്നും തന്നെ ഇസ്രായേൽ കാര്യമാക്കുന്നില്ല. കാരണം ഇസ്രായേലിന് ഇറാനെ നന്നായിട്ട് അറിയാം. ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെല്ലാം തന്നെ നേരിട്ടിട്ടുള്ള ഇസ്രായേൽ ഇറാന്റെ ഓരോ നീക്കവും വളരെയധികം ശ്രദ്ധാപൂർവമാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ നടത്തുന്ന ഇത്തരം മിസൈൽ പരീക്ഷണങ്ങൾ അത് ഒരു സർപ്രൈസ് ആക്രമണത്തിനുള്ള മറയാകാമെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇറാനുള്ളിൽ തന്നെ ഒറ്റ ദിവസം ഇറാൻ പരീക്ഷിച്ചത് വിവിധ റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് അന്തർദേശീയ സമ്മർദ്ദങ്ങൾക്കുള്ള ഇറാന്റെ മറുപടിയായിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങളെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ഇറാൻ പലപ്പോഴും ഇത്തരം മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് തങ്ങൾ പിന്നോട്ടില്ല എന്നൊരു സന്ദേശം, അതായത് ഒരു പൊളിറ്റിക്കൽ സന്ദേശം മുന്നോട്ട് വയ്ക്കാനാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ഭയക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം പരീക്ഷണങ്ങളുടെ മറവിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇറാനിൽ നിന്ന്, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, അതിൽ തന്നെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായേക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഇറാന്റെ ഇത്തരം മിസൈൽ പരീക്ഷണങ്ങളിൽ ആശങ്ക തോന്നുന്ന ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് പറയുന്നത് ഇറാന്റെ ഇത്തരം നീക്കങ്ങൾ സാധാരണമായിട്ടുള്ള ഒരു സൈനിക നീക്കമായി കാണരുത് എന്നാണ്. അമേരിക്ക കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഇസ്രായേൽ ഈ കാര്യത്തിൽ അമേരിക്കയോട് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യമായിട്ടുള്ള ഇറാനിൽ നിന്നുള്ള വാർത്തകൾ എന്തിനിത്ര പ്രാധാന്യത്തോടെ ലോകം വീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമേയുള്ളൂ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ യൂറോപ്യൻ ശക്തികൾക്കെതിരെ അവർക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഏക രാജ്യമെന്ന് പറയുന്നത് അത് ഇറാൻ മാത്രമാണ്. അതുപോലെ തന്നെ ഇറാനിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അത് ഓയിൽ പ്രൈസിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ലോകത്ത് തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളായിട്ടുള്ള ഇറാൻ, സൗദി, UAE, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഏകദേശം അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേൽ ഒരു ചെറിയ യുദ്ധഭീഷണി തന്നെ ഉണ്ടായാൽ എണ്ണവില അത് വളരെയധികം കൂടാനായിട്ടുള്ളൊരു കാരണമായി ഇത് മാറും. അതിനാൽ തന്നെയാണ് ഇറാനിൽ നിന്നുള്ള വാർത്തകൾക്ക് വാർത്താ പ്രാധാന്യം അത് ഏറുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനിടെ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്കിൽ, അതായത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പുതിയ സെറ്റിൽമെൻറ്റുകൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. അതോടുകൂടി കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം അനുവദിച്ചിട്ടുള്ള സെറ്റിൽമെൻറ്റുകളുടെ എണ്ണം തന്നെ അത് 69-ലെത്തി. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹം ഇത്തരമൊരു തീരുമാനത്തോടെ, ഇസ്രായേലിൻ്റെ ഇത്തരം തീരുമാനത്തോട് പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പതിവ് പോലെ ഇസ്രായേൽ ഇത്തരം പ്രതിഷേധങ്ങളെ ഒന്നും കാര്യമായി എടുക്കുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ പേരിനൊരു പ്രതിഷേധം അത് രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നും ഇതിൽ കാണാനായിട്ടില്ല. മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ട് പ്രകാരം പാലസ്തീനിയൻ പ്രദേശങ്ങളിൽ, അതായത് വെസ്റ്റ് ബാങ്കിൽ 1967 തൊട്ട് ഇസ്രായേൽ ആ ഒരു പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഇത്തരം സെറ്റിൽമെൻറ്റുകളെ UN തന്നെ, യുണൈറ്റഡ് നേഷൻസ് തന്നെ പറയുന്നത് അനധികൃതമായിട്ടുള്ള കുടിയേറ്റം എന്നാണ്. എന്നാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത്തരം വാദങ്ങൾ, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ വാദങ്ങൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വീണ്ടും അവിടെ സെറ്റിൽമെൻറ്റുകൾ ഇസ്രായേൽ സ്ഥാപിക്കുന്നത്. UN ഭാഗത്തു നിന്നുള്ള ഇത്തരം നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇസ്രായേലോ അതുപോലെ തന്നെ അമേരിക്കയോ ഇപ്പോൾ കാര്യമായി എടുക്കുന്നതേയില്ല. അതായത് ന്യായമായ ഒരു വിധി വന്നാലും ഇത്തരം രാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ തന്നെ ഇത്രയും, അതായത് 69 സെറ്റിൽമെൻറ്റ് അവിടെ വരിക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമേ അല്ല.